ഇന്നലെ റിലീസായ സിനിമ. ശരിക്കും ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം ഇതിന് മുന്നേ തന്നെ ഈ സിനിമയ്ക്ക് നല്ല ഹൈപ്പ് ഉണ്ടായിരുന്ന ഒരു സിനിമയാണ്, അതിൽ ഒരു സംശയമില്ലായിരുന്നു. അതിനുശേഷം ഇത് റിലീസ് ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ പലതരത്തിൽ, അതായത് ഈ പറയുന്ന തരത്തിൽ ചിലർക്ക് ഇഷ്ടപ്പെടുന്നു, ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല, മിക്സഡ് ആ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ആയി. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഫാൻസിന് അർമാദിക്കാനായിട്ട് എല്ലാ അർത്ഥത്തിലും ഓളം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പടമാണ് ഇതെന്നുള്ളത് ഉറപ്പാണ്. അതിന്റെ തെളിവ് തന്നെയാണ് ഈ പടത്തിന് ഒരു തരത്തിലുള്ള ക്രൗഡ്. ശരിക്കും പറഞ്ഞാൽ, അതായത് ഞാൻ ഇന്നലെ കണ്ട ഒരു വീഡിയോ ആണ്, അതായത് എറണാകുളം കവിതാ തിയേറ്ററിന്റെ മുന്നിലത്തെ ആ ഒരു ഹ്യൂജ് ക്രൗഡ്. ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും ഈ പടം കാണാൻ വേണ്ടിയിട്ട് ആ വന്ന ആളുകളുടെ ആ ഒരു തിക്കും തിരക്കും, അതിനിടയിൽ ദിലീപ് വന്നപ്പോഴുണ്ടായ ആ കാഴ്ചകളും ഒക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പടം ഞാൻ പറഞ്ഞാണക്കുള്ള കാര്യം തന്നെയാണ്. അതായത് ഇന്നലെ പറഞ്ഞാണക്കുള്ള കാര്യം തന്നെ, ഫാൻസിന് അർമാദിക്കാൻ, അതായത് ദിലീപ് ഫാൻസ്, മോഹൻലാൽ ഫാൻസ്, അതോടൊപ്പം തന്നെ വിജയ് ഫാൻസ്, ഇവർക്ക് എല്ലാ അർത്ഥത്തിലും ആഘോഷിക്കാനായിട്ടുള്ള എല്ലാ വകുപ്പും അതിലുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടൊരു കാര്യം തന്നെ. കാരണം നോ ലോജിക് ഒൺലി മാഡ്നസ്. അതിന് പിന്നെ ലോജിക്ക് കണ്ടുപിടിച്ചിട്ട് അതില്ല മറ്റതില്ല മറിച്ചതില്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥമില്ല. അവർ തുടക്കത്തിലെ പറഞ്ഞു ഇതിൽ ഒരു തരത്തിലുമുള്ള ലോജിക് എന്ന് പറയുന്ന സാധനമില്ല, ഒൺലി മാഡ്നസ്. ആ ഒരു തരം നമ്മൾ അതുകൊണ്ട് ലോജിക് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്തായാലും അത് മനസ്സിലാക്കി കണ്ടവർക്ക് ഈ പടം നന്നായിട്ട് ദഹിച്ചിട്ടുണ്ട് എന്നതിന്റെ അർത്ഥമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ലേറ്റ് നൈറ്റ് ഷോയ്ക്ക് പോലും ഇത്രയധികം തിരക്ക് കാണപ്പെട്ടത്. അത് മാത്രമല്ല, ഇതിന്റെ ബുക്കിംഗ് ശരിക്കും പറഞ്ഞാൽ ഒരു ദിലീപ് പടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ തോതിലുള്ള ഒരു കളക്ഷനാണ്, ഫസ്റ്റ് ഡേ കളക്ഷൻ ആയിട്ട് ഈ പടത്തിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒരു മോഹൻലാൽ പടം അല്ലാത്ത ഒരു പടത്തിന് കിട്ടുന്ന ഏറ്റവും വലിയൊരു കളക്ഷൻ, ഇത്രയ്ക്കും ടോപ്പ് കളക്ഷൻ ആയിട്ട് ഇപ്പോൾ ഈ പടം മാറിയിരിക്കുകയാണ്, ഫസ്റ്റ് ഡേ കളക്ഷൻ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പടത്തിന് നല്ലൊരു ലോങ് റൺ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ക്രിസ്മസ് വെക്കേഷൻ ആണ്. സോ അതുകൊണ്ട് തന്നെ ഫാമിലി, അതോടൊപ്പം തന്നെ ഫാൻസ് എല്ലാവരും റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ടുള്ള എല്ലാ വകുപ്പുമുണ്ട്. ഇനി അങ്ങോട്ട് ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെയും ആ ഒരു രീതിയിലുള്ള തിരക്കും എന്തായാലും ഈ സിനിമയ്ക്ക് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. സോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്കുള്ള ഒരു കളക്ഷൻ ഈ സിനിമയ്ക്ക് വരാനായിട്ടുള്ള സാധ്യത തന്നെയാണ് നിലവിൽ കാണുന്നത്. എന്തായാലും ദിലീപ് ഫീൽഡ് ഔട്ട് ആയി, അല്ലെങ്കിൽ ദിലീപിന് ഇനി ഒരു തിരിച്ചുവരവില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് എന്നുള്ളത് ഈ സിനിമ കൊണ്ട് തന്നെ തെളിയിച്ച ഒരു കാര്യം തന്നെയാണ്. കാരണം അമ്മാതിരിയുള്ള ഒരു വരവേൽപ്പ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയ്ക്ക് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. കാരണം ഒരു ഭാഗം ഈ സിനിമ കാണില്ല എന്ന് പറയുന്നു, ഒരു ഭാഗം ഈ സിനിമ ബഹിഷ്കരിക്കണം എന്നുള്ള തരത്തിൽ പറയുന്നു, ദിലീപ് സിനിമകൾ കാണില്ല എന്ന് പറയുന്നു, മോഹൻലാലിനെ കുറ്റം പറയുന്നു. സിനിമയെ സിനിമയായിട്ട് കാണുന്നവർ എന്തായാലും ഈ സിനിമ കാണുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് തീർച്ചയായിട്ടും ഈ സിനിമയിൽ എല്ലാ അർത്ഥത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രത്തോളം ഒരു ജനത്തിരക്ക് കാണാൻ സാധിച്ചത്. അതായത് ദിലീപിന്റെ ഒരു നല്ല പടമാണ് വരുന്നതെങ്കിൽ അത് ഇരു കൈ നീട്ടി സ്വീകരിക്കാനും അത് വിജയിപ്പിച്ചെടുക്കാനും ആളുകൾ ഉണ്ട് എന്നതിന്റെ ഒരു യാഥാർത്ഥ്യം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ആ ഒരു വമ്പൻ വരവേൽപ്പ് കാണാൻ സാധിച്ച ഒരു കാര്യമെന്ന് തന്നെ പറയുന്നത്. കാരണം എനിക്ക് തോന്നുന്നത് ഈ സിനിമ തന്നെ ആയിരിക്കും ദിലീപിന്റെ കരിയറിൽ വെച്ച് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടാൻ പോകുന്ന ഒരു സിനിമ. ഫസ്റ്റ് ഡേ കളക്ഷൻ പോലും ദിലീപിന്റെ മുന്നത്തെ പടങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി കളക്ഷനാണ് ഇതിൽ കിട്ടിയിരിക്കുന്നതെന്നാണ് ഓരോ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് തന്നെ. എന്തായാലും പടത്തെ ബഹിഷ്കരിക്കുക അല്ലെങ്കിൽ പടം കാണരുത് എന്നൊക്കെ പറയുന്നത് അത് വെറും ചെറ്റ പരിപാടിയാണ്, അതിൽ ഒരു സംശയമില്ല. അതിനുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം കണ്ടുകൊണ്ട് തെളിയിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിൽ കുരു പൊട്ടിയിട്ടൊന്നും യാതൊരുവിധ അർത്ഥവുമില്ല.